ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദർശനത്തിന് പോകാൻ റെഡി ആവാണ്. 6:30 ആകുമ്പോൾ ദർശനത്തിന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അതാ പറഞ്ഞു പെട്ടെന്ന് റെഡി ആവാൻ. പെട്ടെന്നായിട്ട് ലിപ്സ്റ്റിക്ക് കൂടെ ഇട്ടാൽ മതി. വേദതയെ ഓണ പ്രോഗ്രാമിനിട്ട വേദയുടെ ആ ഡ്രസ്സ് തന്നെയാണ് ഇന്ന് ഇട്ടത്. ഞാൻ ഒരു പുതിയ ഇതിട്ടു. ഷോൾ മസ്റ്റായിട്ട് വേണമെന്ന് ഉള്ളത് ഇവിടെയുള്ള സ്റ്റാഫുകളും കാര്യങ്ങളും പറയും. പക്ഷേ പലരും ഷോൾ ഇല്ലാതെ കയറുന്നതും കണ്ടു. അത് ഇത്ര കമ്പൽസറി ആണോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി ആ പേരും പറഞ്ഞ് കയറാതിരിക്കാൻ പറ്റണ്ടെന്ന് കരുതി ഷോൾ ഇവിടെ വന്ന ശേഷം വാങ്ങിയതാട്ടോ. ഞാൻ എപ്പോഴും കൊണ്ടുവരാൻ മറക്കും. നമ്മൾ ഷോൾ ഇട്ട് ശീലമില്ലാത്തത് കൊണ്ട് മറക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിയ ഷോളാണ്. അതുമായിട്ട് യാതൊരുവിധ മാച്ചും ഇല്ല. എന്തായാലും നമ്മൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏട്ടൻ കൂടി കുളിച്ചിറങ്ങിയാൽ മതി. സോ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ദർശനത്തിന് പോയി തൊഴുത് ഇറങ്ങിയിട്ട് വന്ന് കണ്ടാലോ? ഓക്കെ പറ. ഉറക്കത്തിൻ്റെ ഇതാണ് വേദ. 5 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇന്നലത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണം അതൊക്കെയാണ്. സോ നമുക്ക് ദർശനം പറഞ്ഞിരിക്കുന്നത് 6:30 മണിയാകുമ്പോൾ ഒരു സ്ഥലത്തെത്താൻ പറഞ്ഞു. ഇതിനകത്തുള്ളൊരു സ്ഥലത്തെത്താൻ പറഞ്ഞു. അവിടെ നിന്നാണ് പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി 6:30ക്ക് മുന്നേ തന്നെ അവിടെ എത്തുകയാണ്. കാരണം ഒരു സെക്കൻഡെങ്കിലും താമസിച്ച് നമ്മൾ കാരണം താമസിച്ചിട്ട് കാണാൻ പറ്റിയില്ല, കയറാൻ പറ്റിയില്ല എന്നുള്ളൊരിത് വേണ്ട. കാരണം തിരുപ്പതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓരോരുത്തരും മാസങ്ങളോളം വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടിപ്പോകുന്നൊരു സ്ഥലത്ത് നമുക്ക് വേണ്ടി ആരും കാത്തിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന കറക്റ്റ് സമയത്ത് എത്തുക, പോവുക, കയറുക, കാണുക. അതിപ്പോൾ നിങ്ങളായാലും നമുക്ക് തരുന്ന ടൈം അലോട്ട് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് നിങ്ങളവിടെ എത്തുക. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയറി കാണാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് വേണ്ടി അവരാരും കാത്ത് നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ഫാസ്റ്റ് ആക്കുക. റൂമിൻ്റെ വെളിയിൽ ഇറങ്ങിയതും ബസ് വന്നു. ബസ്സിൽ കയറി നമുക്ക് പോവേണ്ട സ്ഥലം പറഞ്ഞു. അവരവിടെ സ്റ്റോപ്പുണ്ട്, നിയർ ബൈ സ്റ്റോപ്പിൽ നിർത്തി തരും. നമ്മൾ അങ്ങോട്ടേക്ക് ബാക്കി നടന്നാണ് പോവേണ്ടത്. അപ്പോൾ ഷോൾ മസ്റ്റായിട്ട് വേണം. കാരണം വേദയ്ക്ക് ഷോൾ ഇടാണ്ട് പോയപ്പോൾ അവിടെ ഷോൾ ഇട്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് ഏട്ടൻ ഷർട്ട് ഇടാണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഒരു ഏട്ടൻ ഒരു ഷോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഷോൾ എടുത്ത് വേദയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഷോൾ മസ്റ്റായിട്ട് വേണം എന്നുള്ളത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങൾ പോകുമ്പോൾ ഷോൾ ഉറപ്പായിട്ടും കൊണ്ടുപോകാം. ചുരിദാർ കൊണ്ട് പോകുന്നതിന് അങ്ങനെയൊന്നും പ്രശ്നമില്ല. പക്ഷേ ഷോൾ നിർബന്ധമായിട്ട് വേണം കേട്ടോ. അങ്ങനെ ബസ്സിലിറങ്ങി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്ന് സൺഡേ ആണ്. ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞങ്ങൾക്ക് ദർശനം കിട്ടിയിരിക്കുന്നത് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവർ പറയുന്നത് ഇന്ന് തിരക്ക് കുറവ് എന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തിരക്കുള്ളതുപോലെ എനിക്ക് റോഡിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവ് അവർ പറയുന്നത് ഗണേശ ചതുർത്ഥി ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഈ ഗണേശൻ്റെ സ്റ്റാച്ചു ഒക്കെ ഒഴുകുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ വന്നപ്പോൾ താഴെ തിരുപ്പതിയിൽ ഗണേശ ചതുർത്ഥിയുടെ എന്തൊക്കെയോ സെലിബ്രേഷൻ ഇന്നലെ ആയിരുന്നു ഇവിടുത്തെ സ്റ്റാച്ചു ഒഴുക്കുന്ന ദിവസം. അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ട് തിരക്ക് കുറവെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. സെപ്റ്റംബറിലാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. അതേ ഈ കാണുന്നതെല്ലാം ക്യൂ ആണ് കേട്ടോ. ഈ ഭയങ്കര ഹെവി റഷ് വരുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫുള്ളായിരിക്കും കേട്ടോ. 1.5-2 ദിവസം വരെ നമുക്ക് ക്യൂ നിന്ന് ഭഗവാനെ കാണേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു പവർ നമ്മൾ അന്ന് മനസ്സിലാക്കുക. കോടാനുകോടി ജനങ്ങളാണ് ഇവിടെ വന്നിട്ട് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ജനങ്ങളും ഉത്സവ സമയമാകുമ്പോൾ അത് കോടികളായി മാറുന്നുണ്ട്. ഭഗവാൻ ഓരോ ദിവസവും ഓരോ ദിവസത്തെ കണക്കും ഭഗവാനെ ബോധിപ്പിക്കണമെന്നാണ്. ഒരു രാവിലെ 3-3:30 സമയത്ത് എന്തോ ആണ് കുറച്ച് സമയം നട അടച്ചിട്ടേക്കും ഭഗവാനെ അന്നത്തെ ദിവസം വന്ന കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമാണ്. ഭഗവാന് ഒരുപാട് കടങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഭഗവാൻ ദേവിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ചെറിയ കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടം വീട്ടാൻ നമ്മൾ ഭഗവാനെ സഹായിച്ചാൽ ഭഗവാൻ നമുക്കതിൻ്റെ ഇരട്ടിയായിട്ട്, ഭഗവാനല്ല ദേവി നമുക്കതിൻ്റെ ഇരട്ടിയായിട്ട് തരും എന്നാണ് ഒരു വിശ്വാസം. അതാണ് ഇവിടെ ഹുണ്ടി നമ്മൾ കാണിക്കുകയെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഹുണ്ടിയാണ്. ഹുണ്ടിയിൽ പൈസ ഇടുന്നവർക്ക് അതിൻ്റേതായ ഒരു നേട്ടം. അതിപ്പം 100 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ, നമ്മളിപ്പോൾ 500 1000 ഒക്കെ ആയിരിക്കും കൊണ്ടിടുന്നത്. പക്ഷേ ഓരോരുത്തരും ഓരോ കെട്ടാട്ടോ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ഒരു മെയിൻ ഹുണ്ടിയുണ്ട് ഭഗവാന്റെ അടുത്ത്. ആ ഹുണ്ടിയിൽ ഓരോ കെട്ട് കാശൊക്കെയാണ് കൊണ്ടിടുന്നത്. കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് തള്ളി പോകും കേട്ടോ. കൂടുതലും ബിസിനസ്സായിട്ട് ഉള്ള ആൾക്കാർക്കാണ് ഇവിടെ ഭയങ്കര നേട്ടം പറയുന്നത്. അവരിപ്പോൾ ഇങ്ങനെ ഷെയർ പറഞ്ഞിട്ടായിരിക്കും പോകുന്നതെന്ന്. 10,000 കിട്ടുകയാണെങ്കിൽ 5,000 തന്നേക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോകുന്നത്
പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇപ്പോൾ ഒരു ബിസിനസ് ലേഡി ആയതുകൊണ്ട് തന്നെ ഭഗവാനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിൽ അതിൻ്റേതായ ഉയർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ഷെയർ ഭഗവാന് കൊടുത്തേക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കൊടുക്കുന്നത് ഒരു ഇതായിട്ടോ അങ്ങനെയല്ല, ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ 10 തന്നാൽ 5 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ദൈവം 15 തരും, അതിൻ്റെ ഇരട്ടിയായിട്ട് തരുകയും ചെയ്യും. നമ്മൾ ആ ഒരു ചെറിയ പങ്ക് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും ഏട്ടനും ഇവിടെ ഹുണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എല്ലാ വർഷവും വന്നാലും ഇടാറുണ്ട്. ഞങ്ങൾക്കിവിടെ ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ ദർശനം കഴിഞ്ഞത് റൂമിൽ വന്നിരിക്കുകയാണ്. മൈക്ക് ഞാൻ ഓൾറെഡി കാറിൽ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് വോയിസ് ക്ലിയർ ആയിരിക്കില്ല. ഇനി അന്നദാനം കഴിക്കാൻ പോകണം. അതിന് മുന്നേ ഏട്ടൻ്റെ ഫോൺ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. പുള്ളി ഇപ്പോൾ കൊണ്ട് തരും. നമ്മൾ ദർശനമൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന വേറൊരാൾ അയാൾക്ക് കൊടുത്തിരിക്കുകയാണ്. അയാൾക്ക് കൊണ്ടുതരും. ഫോൺ വാങ്ങിയിട്ട് നമ്മൾ അന്നദാനം കഴിക്കാൻ പോകും. എന്നിട്ട് നമ്മളിത് തിരിക്കും. നമ്മൾ ദർശനമൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി അടുത്ത് അന്നദാനത്തിന് പോകാനായിട്ട് നിൽക്കുക കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഏട്ടൻ്റെ ഫോണ് നമുക്ക് ദർശനം അറേഞ്ച് ചെയ്ത് തന്ന ആളിൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ പുള്ളി നമ്മൾ റൂമിലെത്തിയ ശേഷം വിളിച്ച് പറഞ്ഞാൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുള്ളി വന്നിട്ട് ഫോണും വാങ്ങി നമ്മൾ അന്നദാനവും കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകും. പറഞ്ഞതായി എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. പോണിട്ട് ആവണതേ ഉള്ളൂ. സമയം എത്രയായി? 9 മണി എന്തോ ആയി. അപ്പോൾ വിശപ്പില്ല. ഒരു ചായ കുടിച്ചുകൊണ്ടാണ് ദർശനത്തിന് കയറിയത്. തിരക്ക് ഇന്ന് വലിയ രീതിയിലില്ല. എപ്പോഴത്തെയും പോലെ നമ്മളെ വണ്ടി വലിയ രീതിയിലില്ല. നന്നായിട്ട് തൊഴുത് വരാൻ പറ്റി കേട്ടോ. അയ്യോ ഈച്ച വീണ് കളഞ്ഞത് ഇപ്പം വന്ന് വീണത്. സോ പുള്ളിക്കാരൻ കൊണ്ടൊന്ന് ഫോണ് തന്നു. ഇനി നമ്മൾ ബസ് നോക്കി നിൽക്കുകയാണ്. ബസ്സിൽ കയറിയാണ് അന്നദാനം കഴിക്കാൻ ഇറങ്ങുന്നത്. അവിടെ തിരിച്ച് ബസ് കയറി ഇവിടെ വന്ന് ഇറങ്ങാൻ നേരി കറക്റ്റ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ അന്നദാനം കഴിക്കാനായിട്ട് ബസ്സിൽ കയറി ഇരുന്നു. അപ്പോൾ അവർ വാങ്ങിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞ് വണ്ടി തേ പോണു. ഇന്നാണ് ഇപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ടെങ്കിൽ ഇടുക്കി ഞെരുങ്ങി കുത്തി ഇടിയൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഫ്രീ അല്ലേ, ഫ്രീ സർവീസ് അല്ലേ. ഇപ്പോൾ ഓരോരുത്തരുടെ പോലെ ഓരോ സ്ഥലത്തു നിന്ന് അപ്പുറം ഇറങ്ങും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കയറും. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റോപ്പുണ്ട്. ഇവിടെ നമ്മളിതേ കയറി അന്നദാനം സ്റ്റോപ്പിലേക്ക് പോവുകയാണേ. അവരിങ്ങനെ അനൗൺസ് ചെയ്യും അന്നദാനം ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ്. അഥവാ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ. മതി. ഇതാണ്ട് വേറെ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. ഇങ്ങോട്ടാണ് സർവീസ് കൂടുതൽ. ഇത് ഫ്രീ ദർശൻ സ്ഥലമാണേ. പിന്നെ നമ്മൾ നടന്നാണ് വരുന്നതെങ്കിൽ എത്ര 1500 സ്റ്റെപ്പ് എന്തോ ഉണ്ട്. 4000 സ്റ്റെപ്പ് എന്തോ ഉണ്ട്. പകുതി 50% ആകുമ്പോൾ അവരൊരു ടാഗ് തരുമെന്ന്. ആ ടാഗിൽ നമുക്ക് ദർശനം ടൈം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വന്ന് തൊഴുതാൽ വലിയ തിരക്കുണ്ടാവില്ല. നടന്നു വരുന്നവർക്കായിട്ട് ആയിട്ട് പ്രത്യേകം ക്യൂ ആണ്. അതിൽ നടന്നു വരുന്നവരുടെ ആ ഒരു തിരക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഇതാണ് മ്യൂസിയം. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറി കാണണം. നമ്മൾ പ്രാവശ്യം നമുക്ക് സമയം കിട്ടിയില്ല. മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നു അന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഇപ്പോഴും ക്ലോസ്ഡ്, വർക്ക് ഇൻ പ്രോഗ്രസ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചിലപ്പോൾ ഓക്കെ ആവും. അപ്പം നമുക്ക് കാണാം. ഇതുവഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത്. അല്ലല്ലേ? അല്ല. അപ്പം അത് തന്നെ. അന്നപ്രസാദം കൊടുക്കുന്നിടത്ത് തിരക്കാണോ? നല്ല തിരക്ക് കാണുന്നു. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അതിൻ്റെതായ തിരക്ക് നല്ല രീതിയിൽ ഇവിടെ ഉണ്ട്. പക്ഷെ തിരക്ക് കുറവെന്നാണ് ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് നല്ല തിരക്കായിട്ട് തോന്നി. ആ അമ്പലത്തിനകത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ 2-3 പ്രാവശ്യം വന്നപ്പോഴും കണ്ട ആ ഒരു തിരക്ക് കണ്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ അമ്പലത്തിൽ വന്നവരാണ് ഈ ജനസാഗരം ഫുൾ. ഇവിടെ ഏട്ടാ ഇത് കാണിച്ചാൽ ഫുഡ് സ്ട്രീറ്റൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഭക്ഷണമൊന്നും ഒരിക്കലും ഞങ്ങൾ കഴിച്ചപ്പോൾ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് അന്നദാനം തന്നെ കഴിക്കാമെന്ന് കരുതിയത്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വെജിറ്റേറിയൻ എല്ലാ ആഹാരവും കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷെ നമുക്കത് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല. നമ്മൾ ചെരുപ്പ് ഇങ്ങനെ ഊരിയിടണം കേട്ടോ. അപ്പോൾ കഴിക്കാൻ കയറുന്നത് ഇതുവഴിയാണ്, ഇറങ്ങുന്നത് അപ്പുറം വഴി. പിന്നെ ചെരുപ്പ് എടുക്കാൻ വീണ്ടും നമ്മളിങ്ങനെ വരണം. അപ്പോൾ അതുകൊണ്ട് റൂമിൽ ഊരിയിട്ടിട്ട് വരുന്നതാണ് നല്ലത്. ഉച്ച സമയത്ത് നല്ല വെയിലുള്ളപ്പോൾ ചെരുപ്പിടാതെ വന്നാൽ പണി കിട്ടും. പിന്നെ ഈ വൈറ്റിൽ താഴോട്ട് കാണിച്ചാൽ ഈ വൈറ്റ് കൂടെയാണ് നടക്കുന്നതെങ്കിൽ അധികം ചൂടറിയില്ല കേട്ടോ.
പിന്നെ രാവിലെ വേദ മറ്റേ സ്കേർട്ടും ബ്ലൗസ് ഇട്ടുകൊണ്ട് പോയില്ലേ, വേദയ്ക്ക് ഷോൾ ഇടണമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മുടെ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, പുള്ളിയുടെ കിടന്ന് ആ ഷോൾ എടുത്ത് വേദയ്ക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഷോള് മസ്റ്റാണ്. വരുന്നവർ ഷോൾ ഇടാതെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഷോൾ കൂടെ കരുതുക. ഇവിടെ വാങ്ങാൻ കിട്ടും, അങ്ങനെ വേണമെങ്കിലും വാങ്ങാം. തിരക്കുണ്ട് കേട്ടോ, അന്നദാനത്തിന് തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് അന്നദാന മണ്ഡപം. ഇത്രയും വലിയ മണ്ഡപത്തിലാണ് ഇത്രയും തിരക്കുണ്ട്. നമുക്ക് ഉള്ളിൽ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഒരിക്കലും വരത്തില്ല. ഇത്രയും ഹോള് വലിയ 3-4 ഫ്ലോർ എന്തോ ഉണ്ട്. അന്നദാനത്തിന് നല്ല തിരക്കുണ്ട്. ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് അന്നദാനത്തിന് കാണുന്നത്. ഇന്നലെ ഒട്ടും വൈകുന്നേരം തിരക്കുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് കയറി. തിരക്കുണ്ടായിരുന്നെങ്കിലും ഇത്രയും ഇല്ലായിരുന്നു, ഇങ്ങനെ ഇത്രയും ചുറ്റി വന്നില്ല. ഇന്നിപ്പോൾ നല്ല ചുറ്റിയാണ് അവർ വിടുന്നത്. പെട്ടെന്ന് തന്നെ മൂവായി പോയി കേട്ടോ. അവിടെ ഇങ്ങനെ ഇടിച്ച് നമ്മൾ തിരക്കിട്ട് ഒന്ന് ഷട്ടർ തുറക്കാൻ വേണ്ടി നോക്കി നിൽക്കണം, അങ്ങനെയൊന്നുമില്ല. ആ ലൈൻ ഇങ്ങനെ മൂവായിക്കൊണ്ടേയിരിക്കും. 4 to 5 PM ബ്രേക്ക്. ബാക്കി എല്ലാ സമയവും വന്നാൽ 10:30 തൊട്ട് ലഞ്ച് കിട്ടും. അല്ല, 10 മണി ആയാലും 9 ആയുള്ളൂ. മണം കേട്ടിട്ട് പൊങ്കലാണെന്ന് തോന്നുന്നത്. നമ്മളന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ പൊങ്കലല്ലായിരുന്നാ? ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്ന്, ഡിന്നർ കഴിക്കാൻ വന്നതല്ലേ? ആണ്, എങ്കിലൊന്ന് കഴിക്കാൻ സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറയായിരുന്നു. ഇവിടെ ഇരിക്കാം. ഗണപതിക്ക് ഇതെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ അന്നദാനം ഓപ്പൺ ചെയ്യണം. 3 സമയവും പൂജ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം നൽകുന്നത്. പൊങ്കലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ നാളൊരു ദിവസവും രാവിലെ വന്നപ്പോൾ കഴിച്ചപ്പോൾ പൊങ്കലായിരുന്നു. അപ്പോൾ രാവിലെ മിക്കവാറും പൊങ്കലായിരിക്കും കേട്ടോ. ഉച്ചത്തെ വൈകുന്നേരത്തെ ഫുഡും കഴിഞ്ഞതിന് കഴിച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ കഴിച്ചപ്പോൾ. എല്ലാ ദിവസങ്ങളിലും ഒരേ ഫുഡാണ് തോന്നുന്നത്, ചില ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളേ. പൊങ്കലല്ല ഗൈസ്, ഉപ്മാവാണ് കേട്ടോ. നല്ല ചൂട് ചൂടെന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടന്ന് തിളയ്ക്കണം. ഇതിൻ്റെ കൂടെ ചമ്മന്തി എന്തോ ഒഴിക്കും. നല്ല പാടി കഴിച്ചോക്ക്. ഇങ്ങനെ കുറച്ച് ഇടാല്ല, ചൂട് തണുത്തിട്ട് കഴിക്കായിരുന്നു എന്ന് കഴിയും. കേസരി പോലെ, അതില് മധുരം ഇല്ലാത്ത പോലെ. നല്ല ഉപ്മാവ്. പൊങ്കലല്ല, ഉപ്മാവാണ്. ചമ്മന്തി പറഞ്ഞു, ചമ്മന്തി വേണോ? പൊങ്കലും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉമ്മാര് കുറച്ച് കഴിയും, അവർ കൊണ്ടുവന്നിങ്ങനെ തട്ടിത്തരും കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കാം, വേണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ. കൂട്ടിയൊക്കെ മറ്റേ പൊടിക്കടല ചമ്മന്തിയാണെന്ന് തോന്നുന്നു. തേങ്ങ സാമ്പാറുണ്ടെന്ന് പറയണ കേട്ടോ. കഴിച്ചു. ഇല പോലും നമ്മൾ എടുക്കണ്ട, എല്ലാം അവർ തന്നെ ക്ലീൻ ചെയ്യും. ചില ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസയും കൊടുക്കണ ഇലയും നമ്മൾ എടുക്കണം. അത് അങ്ങനെ എന്തും ചെയ്യേണ്ട, അവരെടുത്തോളൂ. കഴിച്ച് ഇറങ്ങി. ഇതാണ് എക്സിറ്റിൻ്റെ അവിടെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിനി വേറെ എങ്ങനെ കറങ്ങാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരെ അല്ല ഷോപ്പിങ് അങ്ങനെ എന്തെങ്കിലും. അവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ബസ് വരും, ബസ്സിൽ കയറി നമ്മുടെ റൂമിൻ്റെ അവിടെ ഇറങ്ങും. എന്നിട്ട് ചേട്ടാ ബൈ. ഇതാണ് അന്നപ്രസാദത്തിൻ്റെ എക്സിറ്റ്. എൻട്രൻസ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ടാട്ടോ. അല്ല, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ബസ്സും കിട്ടും. നമ്മളിത് നാരായണഗിരി ഹൗസ് ഇതാട്ടോ നമ്മുടെ
റൂം തന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇവിടെ വന്നു. എസ് കീ തരാം. ഇനി ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി. സോ നമ്മുടെ റൂം ചെക്കൗട്ട് ചെയ്യും. വെക്കേറ്റ് ചെയ്യാണ്, എല്ലാം കറക്റ്റ് തന്നെ. ഇനി കുറച്ച് വെള്ളം കൂടി റീഫിൽ ചെയ്യണം. ഇവിടെ നല്ല പ്യൂരിഫൈങ് വാട്ടർ കിട്ടും. അപ്പോൾ ഒരു ബാസ്ക്കറ്റ് നിറച്ച് നമ്മൾ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാം, പോയിക്കുന്നേ. ബോട്ടിൽ നിറയെ കുറേ ഏറെ ബോട്ടിൽ ഒരു ബാസ്ക്കറ്റ് നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം റീഫിൽ ചെയ്യണം. ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് റീഫില്ല് കൂടെ ചെയ്ത ശേഷം പോവാം. എങ്ങോട്ടേക്ക്? വണ്ടി കയറിയിട്ട് പറയാതെ. അങ്ങനെ ബാഗെല്ലാം വണ്ടിക്കകത്ത് വെച്ച ശേഷം വെള്ളം റീഫിൽ ചെയ്യാണ്. TTD ജലപ്രസാദം എന്നാണ് പറയുന്നത്. ഇത് ഓരോരോ ബസ് സ്റ്റോപ്പ് പോലെ ഇങ്ങനെ ജംഗ്ഷനിലുണ്ട്. ജംഗ്ഷനല്ല, ഓരോ 500 മീറ്ററിലും ജലപ്രസാദം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഇഷ്ടാനുസരണം ആവശ്യാനുസരണം നമുക്ക് എടുക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ വേസ്റ്റ് ആക്കി കളയരുത് കേട്ടോ. അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളത് ചെയ്യാൻ പാടില്ല. കപ്പ് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കപ്പിലെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും വന്നാലും നമ്മളിങ്ങനെ തന്നെയാണ് വെള്ളം നിറച്ച് തിരിച്ച് പോകുമ്പോൾ നിറയെ കൊണ്ടുപോകും. നമ്മുടെ ഉള്ള ബോട്ടിൽസ് എല്ലാം റീഫിൽ ചെയ്ത് പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമുക്ക് അന്നത്തേക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുൾ വെള്ളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു ബോട്ടിൽ എന്തോ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല, അങ്ങനെ വാങ്ങിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിൽ നിന്ന് ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഒരു സംഭവം നടന്നു ഗൈസ്. നമ്മൾ കുറച്ചങ്ങ് പോയി, നമ്മൾ പോകുന്ന കാര്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് മൈക്ക് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ മൈക്ക് കാണാനില്ല. കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഇത് കാണാനില്ല. അയ്യോ, ഇവിടെയൊക്കെ നോക്കിയിട്ട് ഡിക്കിയിൽ നോക്കിയപ്പോൾ അതിൻ്റെ മെയിൻ മൈക്ക് കിട്ടി, എൻ്റെ മാഗ്നറ്റ് കാണാനില്ല. അങ്ങനെ കാറ് പാർക്ക് ചെയ്തിരുന്നെടുത്ത് വീണ്ടും വന്ന് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് കിട്ടി കേട്ടോ. എന്തോ ഭാഗ്യത്തിനാണ്. ജസ്റ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തപ്പി നോക്കിയത്. ഞങ്ങൾ നോക്കുന്നതല്ല, ഇന്നിപ്പോൾ ഞാൻ എന്തോ നോക്കിപ്പോയി, കിട്ടുകയും ചെയ്തു. അയ്യോ, അതിന് ദൈവം കാത്തു. അപ്പോൾ ശരി, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ കണ്ടു. ഈ വർഷത്തെ തിരുപ്പതി ദർശനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. സമയം 11 മണി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് തിരുവണ്ണാമലയിലാണ്. മങ്കീസിരിക്കണോക്കട തിരുവണ്ണാമലയിലാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതുവഴി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനടുത്താണെന്നുള്ളത്. അടുത്തല്ല, ഇവിടെ നിന്ന് 4.5 മണിക്കൂർ. അല്ല, നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ തിരുവണ്ണാമല കണ്ടപ്പോൾ കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് കയറാൻ പറ്റിയില്ല. തിരിച്ച് വന്നപ്പോൾ കയറണം എന്ന് വെച്ചപ്പോഴും വണ്ടി വിടുന്നില്ല. അവിടെ എന്തോ ഭയങ്കര ഉത്സവം എന്തായിട്ട് വണ്ടി പോലും വിടാത്ത തിരക്ക്. അപ്പോൾ പിന്നെ തിരിച്ചിങ്ങനെ വന്നു. ഇന്നിപ്പോൾ എന്തായാലും കയറണം എന്നുള്ള ഇതിലാണ് പോകുന്നത്. ഞങ്ങളുടെ പ്ലാൻ ആക്ച്വലി ഇന്നലെ ദർശനവും കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് തന്നെ പോയി തൊഴുതിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്നലെ ദർശനം നടക്കാത്തത് കൊണ്ട് ഇന്നിപ്പോൾ രാവിലെ ദർശനവും കഴിഞ്ഞിട്ട് നമ്മളിതേ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം ഇനി കയറി തൊഴാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 4.5 മണിക്കൂർ യാത്രയാണ് തിരുവണ്ണാമലയിൽ ഇവിടെ നിന്നുള്ളത്. എന്തായാലും അവിടെ നിന്ന് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. സാധാരണ ഓണം ട്രിപ്പൊക്കെ 10 ദിവസവും 10-11 ദിവസമൊക്കെ വേദയ്ക്ക് ഹോളിഡേ ഉണ്ടാവും. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം, ചിലപ്പോൾ സ്കൂൾ തുറന്ന് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം അത്രയും അങ്ങനെ പോകുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓണം വീട്ടിൽ കൂടണമെന്ന് എന്തോ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഇപ്രാവശ്യം ഓണം കൂടാൻ വേണ്ടിയിട്ട് ആണ് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിലും ലോങ് എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരത്തുള്ളൂ. പക്ഷെ ഇപ്പം ഈ ഒരു കുഞ്ഞു ട്രിപ്പായിട്ട് അങ്ങ് ഒതുക്കുകയാണ്. എങ്കിലും നമ്മൾ നാളെയും മറ്റന്നാളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. മറ്റന്നാൾ പോകും അല്ലേ? ബുധനെന്ന് പറയുമ്പോൾ 4-ാം തീയതി, 3-ാം തീയതി വീട് എത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് തിരുവണ്ണാമല, അത് കഴിഞ്ഞ് എങ്ങോട്ടേക്കാന്നുള്ളത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. തിരുവണ്ണാമലയിൽ കയറി ഭഗവാനെ എല്ലാം കണ്ട ശേഷം പറയാം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. പെട്രോൾ ഉണ്ട് കേട്ടോ. നമ്മളത് അല്ല, ഞാൻ പറഞ്ഞത് നമ്മളത് ഇറങ്ങാൻ പോവാണ്. ഇവിടെയും ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. താഴെ ഉണ്ടല്ലോ ചെക്ക് പോസ്റ്റ്. ഇവിടെ ചെക്കിങ് ഒന്നും ഇല്ല കേട്ടോ. നമ്മളങ്ങ് റെസിപ്റ്റ് കൊടുക്കണമെന്ന് തോന്നണം, മറന്നുപോയി. അത് അപ്പുറ സൈഡ് വഴിയാണ് വന്നത്, ഇത് ഇപ്പുറ സൈഡ് വഴി നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് പോവും. ചെക്കിങ് എല്ലാം ഒരു ഫാസ്റ്റാഗ് പോലെയല്ല, പൈസയൊന്നും ഇല്ല, ചുമ്മാ അങ്ങനെ. ഇവിടെ റെസിപ്റ്റ് കൊടുക്കണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെസിപ്റ്റ് കൊടുക്കണം അല്ലേ? റെസിപ്റ്റ് കൊടുക്കണം. ഇത് റിട്ടേണേ പോകാൻ പറ്റുമോ? നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്, നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. ഈ സൈഡിൽ കൂടെയാണ് നടന്ന് കയറുന്നത്. അനിമൽസൊക്കെ ഉണ്ട് കേട്ടോ, വൈൽഡ് അനിമൽസൊക്കെ ഉണ്ട്. ബോർഡ് വെച്ചേക്കുന്നുണ്ടോ?
ഇതെല്ലാം മുകളിൽ നടന്നവരാട്ടോ ഈ പോകുന്നതെല്ലാം. കൊച്ചുകുട്ടികളുണ്ട്, വയസ്സായവരുണ്ട്, ഓരോരുത്തര നേർച്ചയാണ്. ഏതാണ് നല്ല രസമായിരിക്കും ആ യാത്ര. ഈ വഴിക്കെല്ലാം വെള്ളവും എല്ലാം ഉണ്ട് കേട്ടോ. വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കും. നമ്മള് താഴെ ഇറങ്ങിയേ. ഇതാണ് ശരിക്കുള്ള തിരുപ്പതി. മുകളില് തിരുമലയാണ്. ഈ ഫാസ്ടാഗിൽ വരുമ്പോഴേ കുറച്ച് ചേച്ചിമാരോ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അതേ ഒരു ചേച്ചി, എന്താ സാധനം, കപ്പലുണ്ട്. ആ ചേച്ചി പോയി ഗൈസ്. ഒരു ബസ് കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോയി. ഞാൻ ആ കപ്പലണ്ടി ഉണ്ടായിരുന്നു. പോട്ട് എൻ്റെ പൈസ അവർക്ക് വിധിച്ചിട്ടില്ല. അതെ, അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. അതാ ഗൂഗിൾ പേ കാണൂല. കപ്പലണ്ടി വാങ്ങിക്കാം. വാങ്ങിക്കണ്ടല്ലേടാ. വേണ്ടേ നിൽക്കുന്നു. വേറെ സുഖം ഉറങ്ങി എണീറ്റ്. വേണ്ടേ കപ്പലണ്ടി? എണീറ്റപ്പം കപ്പലണ്ടി ഉണ്ട്. ഇതെന്നാ? അതെ 20യാ? കപ്പലണ്ടി വാങ്ങിച്ച, മറ്റേ സാധനം വാങ്ങിച്ചില്ല. എന്തോ കായെന്ന് പറയുന്ന കേട്ടോ. എടാ, നമ്മൾ അന്ന് അവിടെയാണ് കയറി കഴിച്ചത്. കേറണ? എനിക്ക് വിശക്കണമൊന്നുമില്ല. കുറച്ചുകൂടെ പോട്ടൊക്കെ. അയ്യ, പച്ച കപ്പലണ്ടി അല്ലൊന്നുമില്ല. ഇവിടെ തന്നെ. അവിടെ അങ്ങോട്ട് പോകുമ്പോ നല്ല കടയിൽ കയറി വാങ്ങിച്ചു തരാം. ഏതൊരു കട നോക്കിയിരിക്കുന്നു. പക്ഷെ വിശപ്പായില്ല. അയ്യേ, ഇത് തഴുക്കാം. അല്ല, ഇപ്പം തരാമേ. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള നേരമായി. ഒരു കടയിലും നിർത്തിയിട്ടുണ്ട്. എന്തോന്നടി കഴിക്കണേ? നൂഡിൽസ് ഇല്ലെങ്കിലാ? എന്തോന്ന്? ബിസ്ക്കറ്റ്. ഇത് കട്ട്ലറ്റാ? കോക്കനട്ടാണ് തോന്നുന്നത്. ഒരു ടൊമാറ്റോ റൈസ്. ടൊമാറ്റോ റൈസ്. എത്ര ദിവസം കൊണ്ട് നൂഡിൽസിനെ നോക്കിയിരിക്കുന്നത്? ബേബിക്കോൺ ഫ്രൈഡ് റൈസ്. മഷ്റൂം ബിരിയാണി ഉണ്ടായിരുന്നു. ഐസ്ക്രീം വേണ്ടടാ? അവിടെ സ്പെഷ്യൽ ഐസ്ക്രീം എഴുതി വെച്ചിരുന്നു. കണ്ടില്ലിരുന്ന? വേണ്ടത്? ഏട്ടൻ്റെ റൊട്ടിയും കുറുമക്കറിയും വന്നിട്ടുണ്ട്. ഇത് വരാൻ ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്കുള്ളത് ഇതുവരെ വന്നില്ലടി. എൻ്റെ ടൊമാറ്റോ റൈസ് ഏതേടാ? നൂഡിൽസ് മാത്രം വന്നില്ല. അല്ല, ഇതിലേക്കാൻ മതി. നമ്മളെ എവിടെന്നോ കഴിച്ചൊരു ടേസ്റ്റ്. നോർത്തിൽ എവിടെയോ കഴിച്ചൊരു ടേസ്റ്റ്. രസം ചോറിൻ്റെ ടേസ്റ്റ്. മഷ്റൂം ബിരിയാണി ഉണ്ടാകുന്നത് കഴിച്ചാൽ മതിയായിരുന്നു. കണ്ടിട്ടൊരു ടേസ്റ്റ്, ഒരു ലുക്കില്ല. അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല. തട്ടടാ. ഇത് മില്ലറ്റ് നൂഡിൽസ് ആയിരിക്കും. മില്ലറ്റ് ഷോപ്പ് തന്നെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ വേദയ്ക്ക് ഇനി ഒരു ഐസ്ക്രീം കൂടെ. അവിടെ സ്പെഷ്യൽ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നു. ഇതായിരിക്കും.
ആ ഇതാണ് അതാണ് കരിപ്പൂട്ടി അതാണ്. അതൊരെണ്ണം എടുക്കാമായിരുന്നു. പിടി, ഒന്ന് മതി, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം. തരുമോ? ഇതിനകത്ത് മറ്റേ കലവും കുടവും ഒക്കെയാണ്. 95 റുപ്പീസ്. ഇത് കരിപ്പൊട്ടി ഐസ്ക്രീമാണേ. ഇത് പോരെ? ഇത് മതിയടാ, വേണമെങ്കിൽ ഇതായിട്ട് വാങ്ങിക്കാം നമുക്ക്. ഓക്കെ. ഇത് ബില്ല് ഇവിടെയാ? കരിപ്പട്ടി ഐസ്ക്രീം എന്ന് പറഞ്ഞ് എടുത്തെങ്കിലും വെള്ള കളറിലിരുന്നു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കരിപ്പട്ടി കറുത്താണ് ഇരിക്കുന്നത്, അല്ല ഒരു ബ്രൗൺ കളറല്ലേ. ഇത് വൈറ്റ് കളറിലെ ഐസ്ക്രീം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം കരിപ്പട്ടി ഐസ്ക്രീം മാത്രമേ എടുത്തുള്ളൂ. എടുത്തിട്ട് 3ആയിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ കരുതി. പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റും കൊള്ളത്തില്ല. വെറുതെ പാലിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേദ ചെന്ന് ഏട്ടനും വേദയ്ക്കും കൂടി അല്ലാതെ ഐസ്ക്രീം എടുത്തു. ഇതിൻ്റെ കൊഴുപ്പിന് ഞാനെടുത്ത ഐസ്ക്രീമല്ലേ, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കഴിച്ചു. അപ്പോൾ കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അതിൽ വേറെ പ്രത്യേകത 95 റുപ്പീസിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. പാലിന് ഐസാക്കി തന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതിൽ പിന്നെ എന്തോ നട്ട്സ് എന്തോ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കരിപ്പട്ടി ഐസ്ക്രീം എന്നത് ഏത് രീതിയിലാണ് അവർ അവകാശപ്പെടുന്നതെന്ന് എനിക്കൊരു തരത്തിലും മനസ്സിലാകുന്നില്ല. അതിൽ കരിപ്പട്ടിയുടെ യാതൊരുവിധ ടേസ്റ്റും എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. പിന്നെ വൈറ്റ് കളറിൽ ഇരുന്നത് കൊണ്ടും അവരുടെ ബ്രാൻഡിൻ്റെ പേരാണോ കൊടുത്തതെന്നും എനിക്കറിയത്തില്ല. കൊള്ളത്തില്ലായിരുന്നു സത്യമായിട്ട് പറയുകയാണെങ്കിൽ. ആക്ച്വലി ഈ കരിപ്പട്ടി ഐസ്ക്രീം കഴിഞ്ഞ പ്രാവശ്യം കുംഭമേളയ്ക്ക് പോയപ്പോൾ നമ്മൾ കരിപ്പട്ടി ടീ കുടിക്കാൻ കയറിയപ്പോഴും ഞാൻ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. അന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ കരിപ്പട്ടി ചായ കുടിക്കാനായിട്ട് കയറിയത്. അപ്പോൾ പിന്നെ ഈ ഐസ്ക്രീം കഴിക്കാനുള്ളൊരിത് അപ്പോഴുണ്ടായിരുന്നില്ല. ഒരു വെളുപ്പിന് 3 മണിക്കോ 2 മണിക്കോ എന്തോ ആണ് നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പോൾ കണ്ടത് കൊണ്ട് അന്ന് വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് വാങ്ങിയിട്ട് കൊള്ളത്തില്ലായിരുന്നു എന്നാണ് സത്യം. ലഞ്ചും കഴിച്ചുകൊണ്ടൊരു ഉറക്കം. അപ്പോഴേക്കും നമ്മൾ തിരുവണ്ണാമല എത്തും എന്ന് വിശ്വസിക്കുന്നു. വേദ എന്നെ ബാക്കിലാക്കിയിട്ട് ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ്. എന്തിനാണ്? അന്ന് ഉറങ്ങണ്ടേ മാഡം? ഉറങ്ങ, പിന്നെന്താ കയറി ഇരിക്കുന്നത്? അപ്പപ്പോഴും വെച്ചിരിക്കണോ? ഇത് എത്ര രൂപ ഉണ്ടോ? നെല്ലിക്ക കിലോ 100. ഇത് 100 കിലോ? 50. ഇത് കേരള നമ്മൾ ചായ കുടിക്കാൻ ഒരു സ്ഥലത്തെത്തി. ഇനി തിരുവണ്ണാമല എത്താൻ ഒരു അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ ഇനി തിരക്കാണോ എങ്ങനെയാ ഒന്നും അറിയില്ല. നേരത്തെ വാങ്ങിച്ച കപ്പലുണ്ടി തീർന്നു. തോട് പൊളിച്ചിട്ട് അതിനകത്ത് തന്നെ ഇട്ടണം. അവളൊന്നുമില്ല, പൊളിച്ചു കൊടുക്കാത്തത്. കേക്ക്, ബിസ്ക്കറ്റ്, ഒരു കേക്ക് എടുക്കാം. ഒരു ബോൺവിറ്റ. സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്. ഒരു ബിസ്ക്കറ്റ് എടുക്കാം. തിരുവണ്ണാമല അമ്പലത്തിൻ്റെ വലിയ റോഡ് ഇത് കണ്ടു. ഇനി ഒരു 9 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ. ഇത് അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇതുവഴി പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഒരാഗ്രഹം ഇവിടെ വരണമെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ മുരുകൻ സ്വാമിയാണെന്ന് തോന്നണം. തിരുവണ്ണാമല അറിയില്ല. ഇന്നിനി സൺഡേ ആണ്, തിരക്കാണോ എന്താണ് ഏതാണോ ഒരു ഐഡിയ ഇല്ല. സൂര്യൻ നിൽക്കണ നോക്ക്, എന്ത് ഭംഗിയുള്ള വിഷ്വൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കിയേ, നമ്മൾ തിരുവണ്ണാമല അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാർ പാർക്കിങ്ങിലിട്ടു. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. അപ്പം നടന്ന് പോകുന്നില്ല, ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഓട്ടോ ചേട്ടന്മാരെത്ര ചോദിക്കുന്നു എന്നറിയില്ല. വില പേശി നോക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ അവർ പറയുന്ന റേറ്റ്. എവ്വളോ
எவ்வளோ அண்ணே டெம்பிளுக்கு? டெம்பிள் மட்டும் தான். இங்க போனா 150. விஐபி தரிசனம் போனா விஐபி கேட் போனா 250. மேடம் நீங்க ஃப்ரீ தரிசனம் போறீங்களா 50 ரூபீஸ்க்கு போறீங்களா? 50 சார். அது 1 ஹவர்ல தரிசனம் ஆயிடும் சார். அங்கே ரஷ் இருக்கா? ஆமா மேடம். ஆமாமா இதுல சண்டே இல்லைங்களா? 50யா? 50. 100 രൂപ ഓട്ടോയ്ക്ക് 150 രൂപ. വിഐപിക്ക് എவ்வளோ? 250 மேடம் ஆட்டோ. ஓட்டோ எல்லாம் அங்கே 50 டிக்கெட். அது லாங் மேடம். 50 டிக்கெட். இது ராஜகோபுரம் கிட்ட இருக்கு. அது கொஞ்சம் லாங். ராஜகோபுரம் 150க்கு போகலாண்ணே. அது ஒன்வே மேடம் அது நம்ம லாங்ல 200 கொடுப்போம். கேரளா ரொம்ப நல்ல நாடு. உங்கள் ஓட்டோ சேட்டமாரெல்லாம் நல்லா கோஆப்ரேட் பண்ணி. ₹200. എത്ര കിലോമീറ്റർ ആണോ? അവിടെ നിന്ന് അയാൾ പറഞ്ഞത് 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന്. അവർ 1 കിലോമീറ്ററിന് ചോദിച്ചത് 150 രൂപ. കുറച്ചുകൂടെ ദൂരമുണ്ട്, 250 രൂപ ചോദിച്ചു. 200 ഞാൻ ഒതുക്കി. നമ്മളൊന്ന് ഫ്രഷായി മുടിയെല്ലാം അഴിച്ച് കെട്ടി എന്നിട്ട് പോവാണേ. ഓ അതാണ് വൺ വേ. നമ്മൾ പോയിട്ട് കാറ് പറ്റില്ല എന്ന് പറഞ്ഞത്. നമ്മൾ അതുവരെ പോയേട്ടോ. ഞാൻ ടെമ്പിളിൻ്റെ മാപ്പ് ഇട്ടിരുന്നു. അങ്ങനെ അതുവരെ പോയപ്പോൾ അങ്ങോട്ടൊന്നും വണ്ടി വിടുന്നില്ല. പിന്നെയാണ് കാർ പാർക്കിംഗ് മെച്ചപ്പെട്ടപ്പോൾ അവിടെ കാണിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ കാർ പാർക്കിംഗ് സ്ഥലത്ത് വലിയ തിരക്കില്ല. അങ്ങനെ ദേ ആ കടവും തീർക്കാനായിട്ട് പോവുകയാണ് തിരുവണ്ണാമലൈ. ഇതാണ് അമ്പലം കേട്ടോ. ഞാൻ ആക്ച്വലി കരുതിയത് ഒരു മലയുടെ മുകളിലായിരിക്കും അമ്പലം എന്നാണ് കരുതിയത്. പക്ഷെ അല്ല കേട്ടോ, താഴെ തന്നെയാണ് അമ്പലം. ഒരു വലിയൊരു അമ്പലമാണ്. പക്ഷെ ഇവിടെയൊക്കെ വന്നാൽ എല്ലാം പണപ്പിശാചുക്കളാട്ടോ. അമ്പലക്കാരല്ല ഞാൻ പറഞ്ഞ, അമ്പലത്തിന് പുറമേയുള്ള ഓട്ടോക്കാരായാലും ചില അമ്പലങ്ങൾ നമ്മൾ കാലാവസ്ഥയിലൊക്കെ പോകുമ്പോൾ താഴെ ഏജൻറ്റ് നിൽക്കും. കൊണ്ടുചെന്ന് അമ്പലത്തിനകത്ത് കയറ്റി തൊഴിക്കാൻ ഇത്ര രൂപ തന്നാൽ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ടൂറിസ്റ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്നവരുണ്ട്. അവർ പറഞ്ഞ് വരുത്തുന്ന എന്താണ്, ഉള്ള ഭയങ്കര തിരക്കാണ്, ഭയങ്കര ക്യൂ ആണ്, 5-6 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങളെ മീൻസ് ഫ്രീ അല്ല, ക്യൂ ഒന്നും നിൽക്കാണ്ട് പെട്ടെന്ന് പോയി അരമണിക്കൂറിൽ കാര്യം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ബട്ട് വാസ്തവം എന്തെന്ന് വെച്ചാൽ ഉള്ളിൽ തിരക്കുണ്ടാവത്തുമില്ല. ഇവർ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ കാശ് പോവുകയും ചെയ്യും കേട്ടോ. ഇവിടെ ഒരു ഫ്രീ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത് ഫ്രീ ആണ്, അമ്പലം വകയാണ്, ഫ്രീ അല്ല. ഇത് ഇവരാണ് നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ നല്ല കാശ് വാങ്ങിയാണ്. അവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പുറത്തുള്ള ഏജൻറ്റുമാരിൽ നിന്ന് നിങ്ങൾ കാശ് കൊടുത്ത് അവരെ കൊണ്ട് ഇവിടെ തൊഴുത് കയറേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ അമ്പലക്കാർ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ്. ഓട്ടോക്കാരൻ 200 രൂപ വാങ്ങി കേട്ടോ. ഒരു കിലോമീറ്ററിനുള്ളിലേ വരത്തുള്ളൂ. 200 രൂപ വാങ്ങി. നമുക്ക് കൊടുത്തല്ലേ പറ്റൂ, വേറെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. എല്ലാവരും ഒരേ റേറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. ആർക്കായാലും നമ്മൾ ആ പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര കത്തിയാണ്. കാർ പാർക്കിംഗ് സ്ഥലത്ത് 80 രൂപ, ഓട്ടോയ്ക്ക് 200 രൂപ. ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ഒരു ചിലവുകളാണ് ഈ പറയുന്നതല്ല. പക്ഷേ 1 കിലോമീറ്ററിനുള്ളിലുള്ള നടന്ന് വേണേലും പോവാം. നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഓട്ടോയിൽ തന്നെ പോകാമെന്ന് കരുതി. വരുന്ന വഴിക്ക് കാർ പാർക്കിംഗ് അവിടെ ഇല്ല, ഇവിടെ വാന്ന് പറഞ്ഞ് കുറേ ഓട്ടോച്ചേട്ടന്മാർ വേറൊരു കാർ പാർക്കിങ്ങിൽ വിളിച്ചാട്ടോ. പക്ഷേ ഗൂഗിളിൽ കൊടുത്തിരുന്ന മാപ്പിൽ തന്നെ വന്നപ്പോൾ അവിടെ കാർ പാർക്കിംഗ് സ്ഥലമുണ്ട്. അത് ഓട്ടോക്കാരൻ ചേട്ടന്മാരുടെ ക്യാൻവാസിംഗ് ആണ്. അവർ വിളിക്കും, അവിടെ കാർ പാർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് അവരുടെ ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും മൊത്തത്തിൽ ഇവിടെ ബിസിനസ്സാണ് നടക്കുന്നത്. ആ ചേട്ടനൊരു 10 ഓട്ടം കിട്ടുമ്പോൾ തന്നെ എത്ര കാശായെന്ന് നോക്കണേ. 200 രൂപ ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്ത സ്ഥലത്ത് വാങ്ങുന്നു എന്ന് വെച്ചാൽ തിരിച്ചു പോകുമ്പോഴും ഇനി അതുപോലെ കൊടുക്കണ്ടേ? എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം സാധിക്കണ്ടേ? നമ്മൾ ആഗ്രഹിച്ച് വന്നതല്ലേ. ഇനി നമുക്ക് വരക്കം ഉണ്ടാകത്തില്ല. നമ്മൾ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഇറങ്ങുന്നു, കാണുന്നു, പോകുന്നു. VIP ടിക്കറ്റ് എടുക്കാൻ 50 രൂപ പാസേ ഉള്ളൂ കേട്ടോ. ആ ക്യൂവിൽ നിൽക്കേണ്ട, VIP ആയിട്ട് പോകാതെ 50 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. 50 രൂപ ടിക്കറ്റ് എടുത്തു. വേദയ്ക്കും ടിക്കറ്റ് എടുത്തു. പറയാൻ വിട്ടു, തിരുപ്പതിയിൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആട്ടോ. വേദയ്ക്ക് സെപ്റ്റംബർ 23 ആകുമ്പോൾ ജസ്റ്റ് 23 ഡേയ്സിൻ്റെ വ്യത്യാസത്തിൽ വേദയ്ക്ക് ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. സെപ്റ്റംബർ 23 ആയിരുന്നുവെങ്കിൽ 12 വയസ്സാവും. അപ്പോഴേക്കും അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നാൽ. അങ്ങനെ നമ്മുടെ കൊണ്ടുപോയി അവർ ചിരിക്കുകയായിരുന്നു. ജസ്റ്റ് 23 ഡേയ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ ടിക്കറ്റ് എല്ലാം എടുത്തു. വേദയ്ക്കും എടുത്തു. നമ്മളിങ്ങനെ നടക്കുകയാണ്. ടിക്കറ്റ് എടുത്തപ്പോഴാണ് അവർ പറയുന്നത് ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല, അപ്പുറം ഫ്രീ ദർശനം വഴി കയറിയാലും മതിയായിരുന്നു. പക്ഷേ ഈ നടയിൽ ഇറങ്ങി
ആയതുകൊണ്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്നും അവർ തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് പോയത്. അത് ഓട്ടോക്കാരൻ ചേട്ടന്മാർ ടിക്കറ്റ് എടുക്കുന്ന സൈഡിലാണെങ്കിൽ 250 രൂപയും ഫ്രീ ദർശനത്തിൻ്റെ അവിടെ ആണെങ്കിൽ 150 രൂപയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീ ദർശനം പോയാൽ ചിലപ്പോൾ തിരക്ക് എന്തെങ്കിലും ആണെങ്കിൽ അവിടെ 6:30 വരെ ചെരുപ്പ് വെച്ചിരിക്കുന്ന സ്ഥലത്തുള്ളൂ. അവർ 6:30 ആകുമ്പോൾ പൂട്ടിക്കെട്ടി പോകും കേട്ടോ. അതും ചെരുപ്പും കിട്ടത്തില്ല, പോക്കും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കിനി വൈകുന്നേരം വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ പോകാനും ഒക്കെ കരുതിയിട്ട് പെട്ടെന്ന് ധൃതിയിൽ തന്നെയാണ് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു വരുന്നത്. പെട്ടെന്ന് തന്നെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, തൊഴുതു. പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ വന്നാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വൃത്തികെട്ട സമ്പ്രദായം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവർ ഭഗവാന്റെ അടുത്ത് കൊണ്ട് നിന്ന് പൂജിച്ച് മാലയൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊരു എനിക്ക് ഭയങ്കര മോശമായിട്ട് തൊട്ട് ചേർന്ന് തന്നെ നിന്ന് അവർ ചെയ്യുന്നത്, കാശ് കൊടുത്താൽ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് വലിയ ഒരു സുഖകരമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. എന്തായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ദേവിയും ദേവനെയൊക്കെ കണ്ടു. എല്ലാ അമ്പലങ്ങളും തമിഴ്നാട്ടിൽ വന്നാലും സത്യം പറഞ്ഞാൽ ഒരുപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ കാളഹസ്തിയിൽ കണ്ട അമ്പലം സെയിം ഇതുപോലെ, രാമേശ്വരം ഓൾമോസ്റ്റ് സെയിം ഇതുപോലെ. പിന്നെ വേറെ എവിടെയൊക്കെ ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ശിവൻ്റെ പ്രതിഷ്ഠയാണ്, മുരുകൻ സ്വാമിയല്ല. എല്ലായിടത്തും മധുര മീനാക്ഷി പോയപ്പോഴും ഒക്കെ കണ്ട അതേ ഒരു സെയിം തന്നെയാണ് ഇവിടെയും കാണുന്നത്. നമുക്ക് കാണുമ്പോൾ വേറൊരു അമ്പലമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അയ്യോ നേരത്തെ എവിടെയോ കണ്ട അമ്പലം പോലെ തോന്നുന്ന ഒരു അമ്പലമായിരുന്നു. എന്നിരുന്നാലും ഭഗവാനെ കണ്ടു. ആ ഒരു കടം തീർന്നു. തിരുവണ്ണാമലയിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ ആഗ്രഹവും തീർന്നു കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ എടുത്തു. നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്തെങ്കിലും നമ്മൾ കയറി കഴിഞ്ഞതും ഭീകര തിരക്കായ കേട്ടോ. ടിക്കറ്റ് എടുത്തത് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 6:30 ആകുമ്പോൾ അവർ പൂട്ടിക്കെട്ടി പോകുന്നു പറഞ്ഞു. നോർത്ത് നടയിൽ വരണമെന്നും പറഞ്ഞു. ഈ നോർത്ത് നട കണ്ടുപിടിക്കാൻ പെട്ട പാട് നമുക്കേ അറിയാവൂ. പക്ഷേ ഏതെങ്കിലും ഒരു നടയിൽ വന്ന് ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ നടന്ന് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ VIP നടയിൽ തന്നെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ 250 രൂപ വാങ്ങിയത്. നമുക്കറിയത്തില്ലല്ലോ ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഓടിപ്പിടച്ച് വന്നപ്പോഴേക്കും അവിടെ അടച്ചിട്ടില്ല. അപ്പോൾ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഒരു 50 രൂപ കൊടുത്തിട്ട് അടുത്ത ഓട്ടച്ചേട്ടന്മാരോട്ട് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടന്മാരും 200 രൂപയ്ക്ക് അവിടെ എത്തിച്ച് തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് 200 രൂപയ്ക്ക് തിരിച്ച് പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പാർക്കിംഗ് ചെയ്ത് അവിടുത്തെ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞു കേട്ടോ, ഗാന്ധിനഗർ പാർക്കിംഗ് ഇങ്ങനെ പറയണമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെന്നും പറഞ്ഞ് പോകുമായിരുന്നു. സത്യം നമ്മളോട്ട് ചോദിച്ചതുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ പുള്ളി ഇങ്ങോട്ട് തന്നെ പറഞ്ഞത് എന്തായാലും നന്നായി. ചേട്ടന്മാരൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല കേട്ടോ, ഓട്ടോ ചേട്ടന്മാർ. അപ്പോൾ അതെ ഞാൻ 150 രൂപയ്ക്ക് കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചേട്ടന്മാർ ഒരു കാരണവശാലും 150 രൂപയ്ക്ക് എത്തിച്ച് തരില്ല, 200 രൂപയ്ക്ക് എത്തിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 400 രൂപ ഓട്ടയ്ക്കായി. 100 രൂപയ്ക്ക് വാങ്ങാം കേട്ടോ, 100 150 വാങ്ങുന്നതിന് കുഴപ്പമില്ല. 150 കുറച്ച് കൂടുതലാണ്, 100 രൂപ കറക്റ്റ് ആട്ടോ. പക്ഷേ 200 രൂപ 400 രൂപ ഓട്ടയ്ക്കായിട്ടോ. എനിക്ക് സത്യം അത് കണ്ടിട്ട് ഇങ്ങോട്ടോട്ട് കാർ വിടുന്നതുമില്ല. അതൊരു വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ കണ്ടല്ലോ. എന്നിട്ട് നേരെ നമ്മൾ ഓട്ടോയിൽ കയറി തിരിച്ച് കാർ ഇടുന്ന സ്ഥലത്ത് പോയി മുടിയെല്ലാം മുകളിൽ പൊക്കി കെട്ടി. അതങ്ങനെ കെട്ടി വയ്ക്കുന്നത് അപ്പോഴേ സീറ്റിൽ കറക്റ്റ് ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സീറ്റിൽ ഇങ്ങനെ മുടി കയറി തട്ടി ഇരിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത് വീണ്ടും യാത്ര തിരിക്കുകയാണ്. തിരുപ്പതി അല്ലല്ലോ, തിരുവണ്ണാമല ദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എവിടെയാന്ന് ചോദിച്ചാൽ ചെട്ടിനാടാണ് പോകുന്നത്. കാര്യമുണ്ട്, നമുക്ക് വസ്ത്രയില്ലേ, വസ്ത്രയിൽ കുറച്ച് ചെട്ടിനാട് സാരിയൊക്കെ എടുത്താലോ, അപ്പൊ അങ്ങോട്ടേക്ക് വിട്ടാലോ. നമ്മൾ ചെട്ടിനാട് പോകുന്നത് തന്നെ മെയിനായിട്ടും ചെട്ടിനാട് സാരി എടുക്കാനായിട്ടാണേ. ഭയങ്കര ഫേമസ് ആണ് ചെട്ടിനാട് സാരി. ഇപ്പം നമ്മുടെ വസ്ത്രയിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി. എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഇത്രയും ദിവസത്തെയും കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി. അപ്പോൾ ഒന്ന് ചെട്ടിനാട് സാരി കൂടെ എടുത്തൊന്ന് നോക്കാം. ഒരുപാട് പേര് പല വെറൈറ്റി കാര്യങ്ങൾക്ക് എൻക്വയറീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴിയല്ല എങ്കിൽ കൂടിയും നിയർ ബൈ പോകുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി പോവാണ്. സക്സസ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് സാരീസ് എടുക്കാമെന്ന് കരുതി. എന്നിട്ട് മറ്റന്നാൾ കുംഭകോണം പോവാം. അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. നാളെ നമ്മുടെ വണ്ടി സർവീസിന് കൊടുക്കണം. 1000 കിലോമീറ്റർ സർവീസ് ഉണ്ട്. ഓൾമോസ്റ്റ് 1100 ആയി കേട്ടോ, 100 കൂടുതലായി. കഴിഞ്ഞ് ചെട്ടിനാട് കൂടെ എത്തുമ്പോൾ അത്രയും ആവും. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് കൊടുക്കാത്തല്ലേ, ഞങ്ങളിന്ന് കൊടുത്തിട്ടേ പോകത്തുള്ളായിരുന്നു. നാളെ ചെട്ടിനാട് കാർ സർവീസിന് കൊടുത്തിട്ട് നമ്മൾ ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കും ചെട്ടിനാട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഒരു ഐഡിയ ഇല്ല എങ്ങനെയാ ഏതാ എന്നൊക്കെ ഉള്ളത്. എന്തായാലും സാരി എടുക്കും. അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് പോകുന്നത്. പോകും വഴി
ഒരു മാർക്കറ്റ് കണ്ടു. എന്തു വലിയ മാർക്കറ്റ്, ആളും ബഹളവും ഒക്കെ ആയിട്ട്. ഇല്ലാത്ത സാധനങ്ങളും അവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ സാധാരണ ഇതുവഴി രാത്രിയാണ് പോകുന്നത്, അപ്പോൾ ഒരു മനുഷ്യരും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ രാത്രി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി വഴിയൊക്കെ ആയിരിക്കും ഇതുവഴി പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 8 മണി സമയമായപ്പോഴേക്കും ഭയങ്കര ഒരു ഈവനിങ് മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കും കാര്യങ്ങളും, നല്ല രസമുണ്ട് കേട്ടോ. ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചെട്ടിനാട് പോകാനായിട്ട് നിന്നതാണ്. പക്ഷേ പ്ലാനിലൊരു ചെറിയൊരു ചേഞ്ച്. ചെട്ടിനാട് മുന്നേ ആണ് കുംഭകോണം. അപ്പോൾ പിന്നെ കുംഭകോണം സ്റ്റേ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ കാർ അധികം ഓടത്തില്ല, 1000 കിലോമീറ്ററിൽ സർവീസ് ഉള്ളതാണ്. ഇപ്പോൾ തന്നെ 1300 ആയി. അപ്പോൾ കാറിനും ഒരു റെസ്റ്റ് കൊടുക്കാമെന്ന് കരുതി കുംഭകോണത്ത് നമുക്ക് ഇറങ്ങാം എന്നുള്ള പ്ലാനിൽ ഞാൻ കുംഭകോണത്ത് ഒരു ഹോട്ടൽ റൂമെല്ലാം ബുക്ക് ചെയ്തു. നമ്മളിതേ ഇവിടെ വിനായക എന്ന് പറഞ്ഞിട്ടുള്ള റൂം എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ബുക്ക് ചെയ്തതാണ്. വെജിറ്റേറിയൻ ആണ്, വേറെ നോൺ വെജിന് ബളം വെച്ചോണ്ടിരിക്കുകയാണ്. വെജിറ്റേറിയൻ മതിയെന്ന്, നമുക്ക് എന്തെങ്കിലും മതിയെന്ന്. അപ്പോൾ കഴിക്കാൻ കയറി. 10:30 മണിയായേ. നമ്മുടെ പ്ലാനെല്ലാം ചേഞ്ച് ചെയ്ത് ചെട്ടിനാട് എന്നുള്ളത് നമ്മൾ കുംഭകോണത്ത് വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുംഭകോണം കഴിഞ്ഞാണ് ചെട്ടിനാട്. അപ്പം ഞങ്ങൾ കുംഭകോണത്ത് സ്റ്റേ ചെയ്ത് നാളെ ഇവിടെ എല്ലാം കണ്ട ശേഷം നാളെ വൈകിട്ടോ മറ്റന്നാൾ രാവിലെയോ ആയിരിക്കും ചെട്ടിനാട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. ഇന്ന് നോൺ വെജ് കഴിക്കാൻ വന്നതാണ്. എന്നും നടന്നില്ല, നാളെ കഴിക്കാടാ. ഇന്ന് നമ്മൾ വന്നപ്പോഴൊന്നും നല്ല കട ഒന്നും നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ നല്ല കടയിൽ കയറാമെന്ന് കരുതി. പക്ഷെ കണ്ടില്ല. ഇപ്പോൾ സമയം 10:30 മണിയായി. പോരുന്ന വഴിക്ക് കുംഭകോണം ജംഗ്ഷനിൽ KFCയും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അവൾ സുഖം ഉറക്കമായിരുന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് വരാൻ വേണ്ടി നേരെ ഇങ്ങി വന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി പറഞ്ഞു, അവൾ ദോശ പറഞ്ഞു, ഏട്ടന് ദോശ പറഞ്ഞു. സത്യം പറയാമല്ലോ, സാമ്പാർ കൂട്ടി മടുത്തു. ഇത് തേങ്ങ ചട്നിയാ? കടല ചട്നിയും വരുമല്ലോ. നിനക്ക് ഏത് വേണം? ചട്നി ചട്നി മട്ടും. ആക്ച്വലി ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങി റൂമിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. കുംഭകോണത്തുള്ള വിനായക ബൈ പോപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. അഗോഡ ആപ്പ് വഴിയാണ് ഞാൻ ഈ റൂം ബുക്ക് ചെയ്യുന്നത്. 2 adult 1 kid എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇത്രയും ദിവസം വരെയും റൂം ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു 8 വയസ്സ് കഴിഞ്ഞാൽ അഡൾട്ടാണ് 1500 ഒരാൾക്ക് എക്സ്ട്രാ നൽകണമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ, നമുക്കിപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതല്ലേ, നമുക്കിനി റീഫണ്ടും ഇല്ല. അതുകൊണ്ട് 2500 ആയിരുന്നു റൂമിൻ്റെ റെൻറ്റ്. കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നി റൂം. അങ്ങനെ റൂമിന് 2500 എടുത്ത് റൂം ബുക്ക് ചെയ്തിട്ട് അഡീഷണൽ വേദയ്ക്ക് വേണ്ടിയിട്ട് 1500 എക്സ്ട്രാ പേ ചെയ്തു. വേദയ്ക്കല്ല, എക്സ്ട്രാ ഒരു അഡൾട്ടിന് വേണ്ടിയിട്ട് 1500 ഞാൻ പേ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്ന് റൂം ചെന്ന് കണ്ടപ്പോഴായിരുന്നു വിശേഷം കേട്ടോ. അപ്പോൾ ടോട്ടൽ 4000 രൂപ എനിക്ക് റൂമിനായിട്ടുണ്ട്. ഒരു കുടുക്ക പോലത്തെ ഒരു റൂം, അത്യാവശ്യം കുഴപ്പമില്ല. 2500 രൂപയ്ക്ക് ആ റൂമുണ്ട്. താഴത്ത് നിലത്തൊരു ബെഡ് വിരിച്ച് തന്നിരിക്കുന്നു. 1500 രൂപ ഞാൻ എക്സ്ട്രാ ഒരാൾക്ക് കൊടുത്തിട്ട് അവർ തന്നത് താഴെ ഒരു ബെഡാണ് തന്നത്. അവർക്ക് വേറെ ഇല്ല. അല്ല, നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ എക്സ്ട്രാ 1500 രൂപയുടെ 1000 രൂപയുടെ കൊടുത്താൽ വേറെ റൂം തരാം. ഇതൊക്കെയാണ് അവർ പറയുന്ന എക്സ്ക്യൂസ് കേട്ടോ. അവർക്ക് ഹോട്ടൽ പോളിസീസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ശരി, ഒന്നുകിൽ നമുക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യൂ. ഞങ്ങൾ ആ ഒരു ഡബിൾ ബെഡിൽ ഞങ്ങൾ ആ 3 പേരും കിടന്നോളാം. ഇപ്പോൾ ക്യാഷ് റീഫണ്ട് ചെയ്തില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ചോദിച്ച പൈസ നമ്മൾ തന്നു. തറയിലാണോ ബെഡ് ഇട്ട് തരേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറയൂ, ശരിയായിട്ടുള്ള കാര്യമില്ല. അവർക്ക് എക്സ്ട്രാ ഒരു ബെഡ് തരാം. അത് ഫ്ലോറിലാണ് ആ ബെഡ് തന്നിരിക്കുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ നന്നായിട്ട് ബഹളം വെച്ച് കേട്ടോ. അവർ ഒരു കാരണവശാലും റൂം ഞങ്ങൾക്ക് മാറ്റി തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പോലീസിനെ വിളിക്കാൻ കരുതി. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. പോലീസിനെ വിളിച്ചാലും അവരുടെ നാട്ടിലെ പോലീസ് അവരുടെ സൈഡിലല്ലേ നിൽക്കത്തുള്ളൂ. അവർ പറയാം ധൈര്യമായിട്ട് നിങ്ങൾ പോലീസിനെ വിളിക്കും. ഒരു കുഴപ്പം, ഒരു ചുക്കും ഇല്ലാത്ത രീതിയിൽ അവർ നിന്നിട്ട് വളരെ മോശം ഒരു എക്സ്പീരിയൻസ്. ടോയ്ലറ്റൊന്നും ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. 4000 രൂപയുടെ 2000 രൂപയ്ക്ക് ആ റൂമുണ്ട്. ബാത്റൂമൊന്നും ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വേദയ്ക്ക് 1500 രൂപയുടെ കൊടുക്കുമ്പോൾ, ഒരാൾക്ക് 1500 രൂപയുടെ കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു ബെഡ് കൂടെ തരണം. ഞാൻ അത്രയും ആവശ്യപ്പെടുന്നുള്ളൂ. നന്നായിട്ട് ബഹളം വെച്ച ഒരു രക്ഷയില്ല. അവർ ആ റൂമേ തരത്തുള്ളൂ. രാത്രി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ക്യാഷ് റീഫണ്ട് ചെയ്യത്തില്ല. വേറെ എവിടെ പോവും? ആ ക്യാഷും പോയി, ഈ ക്യാഷും പോയി. അല്ലെങ്കിൽ 2500 രൂപ കൊടുത്ത് വീണ്ടും ഒരു റൂം എടുക്കുക. അവർ ആ പൈസ തരത്തില്ല.
ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക കേട്ടോ. ഇതാട്ടോ റൂം എന്ന് പറയുന്നത്. ഹോട്ടൽ ഒട്ടും വൃത്തിയില്ലാത്തൊരു ഹോട്ടലായിരുന്നു. റൂം ഇതാണ്. ടോയ്ലറ്റൊക്കെ നോക്കി എന്ത് വൃത്തികേടായിട്ടുള്ളൊരു ടോയ്ലറ്റ്. 2500 രൂപയുടെ റൂമിൻ്റെ ടോയ്ലറ്റാണ്. ഇപ്പോൾ അത് 4000 രൂപയുടെ ടോയ്ലറ്റാട്ടോ ഈ കാണുന്നത്. ഒരു വൃത്തിയില്ല, പോട്ടെ, കുഴപ്പമില്ല. റൂം നോക്കി വളരെ കുഞ്ഞു റൂം. അഗോഡയിൽ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ്, ഇത്രയും കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ അബദ്ധം ചെയ്യാത്തതാണ്, പക്ഷേ ഇപ്രാവശ്യം അബദ്ധം പറ്റി. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ബുക്ക് ചെയ്യുക. ഞാൻ അങ്ങനെ അപൂർവം മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിപ്പോൾ രാത്രിയായി, അഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഓൺലൈൻ ബുക്ക് ചെയ്തത്. പക്ഷെ അത് ഇത്രയും വലിയ പണിയാവുമെന്ന് കരുതിയില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഈ കുംഭകോണത്ത് വരികയാണെങ്കിൽ വിനായക ബൈ പോപ്പീസ് അവിടെ വരരുത്. വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. 1500 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട്, അവർ 500 രൂപ വാങ്ങട്ടെ, 1000 രൂപ വാങ്ങട്ടെ, 1500 രൂപയും കൊടുത്തിട്ട് താഴത്ത് നിലത്ത് ബെഡിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മോശമല്ലേ. അപ്പോൾ ഇതൊന്നും എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ഈ ഏരിയയിലെങ്ങാനും വരണമെങ്കിൽ ഈ ഏരിയയിലേക്കേ വരരുത്. വിനായക ബൈ പോപ്പീസ് ഇവിടെ വരേ ചെയ്യരുത്. ഭയങ്കര ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷം ഇവിടെ എൻഡ് ചെയ്യാം. ഞാനിത് വേണമെന്ന് വെച്ച് എടുത്തതല്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബുക്ക് ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഡീറ്റെയിൽസ് ചോദിച്ച് ബുക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ടാറ്റാ.